തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് മുമ്പ് മുസ്ലിയാരായിരിക്കുകയും പിന്നീട് ഇസ്ലാഹി പ്രസ്ഥാനത്തിലേക്ക് കടന്നു വരികയും ചെയ്ത പ്രിയപ്പെട്ട പണ്ഡിതൻ ഹമീദ് മൗലവി. അദ്ദേഹത്തിന്റെ ഓർമ്മപ്പിശകിൽ വന്നുപോയ ഒന്നാണ് നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കപ്പലുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു പരാമർശം. നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ജനതയുമായി ബന്ധപ്പെട്ട ആ വിഷയം അദ്ദേഹം അവതരിപ്പിക്കവേ അദ്ദേഹത്തിന്റെ നാവിൽ നിന്നും അബദ്ധത്തിൽ സംഭവിച്ചു പോയതാണ് നൂഹ് നബി എന്നതിന് പകരം ലൂത്ത് നബി എന്നുള്ളത്. അദ്ദേഹം പറയുന്ന ആ ഭാഗം നിങ്ങൾ വ്യക്തമായിട്ട് ഒന്ന് കണ്ടു നോക്കൂ. ബഹുമാനപ്പെട്ട ലൂത്ത് നബി അലൈഹി ഇസ്ലാമിന്റെ കാലത്ത് ഗംഭീരമായ ജലപ്രളയം, തൂഫാനുണ്ടായി, വെള്ളപ്പൊക്കമുണ്ടായി. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെപ്പറ്റി പറയുന്നെന്താ? വനജ്ജൈനാഹു വഅഹ്ലഹു മിനൽ കർബിൽ അലീം. ലൂത്ത് നബി അലൈഹി ഇസ്ലാമിനെയും ആ ലൂത്ത് നബി അലൈഹി ഇസ്ലാമിന്റെ അഹ്ലുകാരെയും നജ്ജൈനാ, നമ്മളാണ് രക്ഷപ്പെടുത്തിയത്. ഖുർആനിൽ നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ ലൂത്ത് നബി അല്ലട്ടോ, നൂഹ് നബി അലൈഹി അല്ല, ലൂത്ത് നബി അലൈഹി ഇസ്ലാമിന്റെ കാലത്താ തൂഫാൻ ഉണ്ടായത്. അങ്ങനെ തന്നെ ലൂത്ത് നബി അലൈഹി ഇസ്ലാമിന്റെ കാലത്താ തൂഫാൻ ഉണ്ടായത്. പടച്ചോൻ ഖുർആനിൽ പറയുക നജ്ജൈനാഹു, ലൂത്ത് നബി അലൈഹി ഇസ്ലാമിനെ നമ്മളാണ് രക്ഷിച്ചത്. വഅഹ്ലഹു, അദ്ദേഹത്തിന്റെ അഹ്ലുകാരെ നമ്മളാണ് രക്ഷിച്ചത് എന്ന് പടച്ചോൻ പറയാം. ഒരായത്തിലല്ല, വേറെയും ആയത്തിൽ വഅൻജൈനാഹു വഅസ്ഹാബസ് സഫീനതി വജഅൽനാഹാ ആയത്തൻ ലിൽ ആലമീൻ. ഉസ്താദന്മാരെ, ആലിമീങ്ങളെ, ഉസ്താദുമാരെ ഒന്ന് മനസ്സ് തുറക്ക്. വഅൻജൈനാഹു, ലൂത്ത് നബി അലൈഹി ഇസ്ലാമിനെയും വഅസ്ഹാബസ് സഫീനതി, ആ കപ്പലുണ്ടായിരുന്ന മുഴുവൻ ആളുകളെയും നമ്മളാണ് രക്ഷിച്ചത്. അല്ലാഹു ഖുർആനിൽ പറയാ. ഇത് നമ്മൾ വിശ്വസിക്കണോ വിശ്വസിക്കണ്ടേ? വിശ്വസിക്കണം. വിശ്വസിച്ചാൽ മുഅ്മിനാണ്, വിശ്വസിച്ചില്ലെങ്കിലോ കാഫിറ. ഇതിന്റെ വിപരീതം വിശ്വസിച്ചാലോ തനിച്ച കാഫിറാണ്, അല്ലേ? എന്നാ കേട്ടോ, വസ്തഗാസ ബിഹി നൂഹും ഫനജാ മിനർ റദാ. വസ്തഗാസ ബിഹി, മുഹമ്മദ് നബിയോട് സഹായം തേടി നൂഹ്. സോറി, അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ എന്റെ അടുത്ത് ധാരണപ്പിഴവ് വന്നതാ കേട്ടോ. കുറെ ദിവസമായി പരിപാടിക്കൊന്നും പോരില്ല, വെയ്യ വയസ്സനായി, 60 വയസ്സോളായി. അപ്പൊ ധാരണ പേച്ചത് അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ ലൂത്ത് നബി അല്ല, നൂഹ് നബിന്റെ കാലത്താണ് ജലപ്രളയം തൂഫാൻ ഉണ്ടായതും കപ്പലുണ്ടാക്കാൻ പറഞ്ഞതൊക്കെ. അതിന്റെ അടുത്ത് പേച്ചതാണ്, തെറ്റ് തിരുത്തുന്നു. നൂഹ് നബി അലൈഹി ഇസ്ലാമിനെയും അസ്ഹാബസ് സഫീനത്തി, ആ കപ്പലിലുണ്ടായിരുന്ന മുഴുവൻ ആളുകളെയും രക്ഷിച്ചത് നമ്മളാണ് എന്ന് ഖുർആനിൽ പറയുമ്പോൾ, പടച്ച റബ്ബ് പറയുമ്പോൾ വസ്തഗാസ ബിഹി നൂഹുൻ, മുഹമ്മദ് നബിയോട് നൂഹ് നബി അലൈഹി ഇസ്ലാം സഹായം തേടി. ഫനജാ മിനർ റദാ, അതുകൊണ്ടാണ് നൂഹ് നബി അലൈഹി ഇസ്ലാം തൂഫാനിൽ നിന്ന് രക്ഷപ്പെട്ടത്. ഇവിടെയാണ് സുന്നി സഹോദരന്മാരെ മനസ്സിലാക്കേണ്ടത്. അതിന്റെ പൂർണ്ണമായ രൂപമാണ് കാണിച്ചത്. അദ്ദേഹം സംസാരിക്കവേ പ്രായാധിക്യം കൊണ്ട് ഓർമ്മശക്തി കുറഞ്ഞുപോയി. അദ്ദേഹം പറഞ്ഞപ്പോൾ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ പേര് പറയുന്നതിന് പകരം ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ പേര് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം അത് തിരുത്തുകയും ചെയ്തു. തിരുത്തുക മാത്രമല്ല, അതിനുശേഷം ബാങ്കിന്റെ സമയമായി, അങ്ങനെ ബാങ്ക് കൊടുത്ത് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം ഈ കാര്യം വിശദീകരിക്കാൻ വേണ്ടി എഴുന്നേറ്റ് വീണ്ടും അത് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതുകൂടെ നിങ്ങളൊന്ന് കണ്ടു നോക്കണം. സുഹൃത്തുക്കളെ, മനുഷ്യസഹജമായ ചില തെറ്റുകളൊക്കെ ആരടുത്തും വരും. നൂഹ് നബി അലൈഹി സ്വലാമിന്റെ കാലത്താണ് തൂഫാൻ ഉണ്ടായത്, അത് ലൂത്ത് നബി അലൈഹി സ്വലാമിന്റെ കാലത്ത് എന്ന് പിഴച്ച് ഞാൻ പറഞ്ഞുപോയി. ഇനി കണ്ടോ നിങ്ങൾ, ഒരു കാലത്ത് എവിടെയെങ്കിലൊക്കെ ഇത് കിളിപ്പിടും, അപ്പുറം ഇടൂല. ഞാൻ തന്നെ ഇത് തിരുത്തി പറയുന്നുണ്ട്, അതൊന്നും ഇടൂല. ഇത് പറഞ്ഞത് കണ്ടോ, ഇവരെ പണ്ഡിതന്മാരാണോ ഇത്? നൂഹ് നബി അലൈഹി സ്വലാമിന്റെ കാലത്തുണ്ടായ തൂഫാൻ ലൂത്ത് നബി അലൈഹി സ്വലാമിന്റെ കാലത്ത് എന്നാ പറയുന്നത്. തൂഫാൻ ഉണ്ടായത് നൂഹ് നബി അലൈഹി സ്വലാമിന്റെ കാലത്താണെന്ന് പോലും അറിയാത്ത വിഡ്ഢികളി ഇവരാണോ ഇവരെ പണ്ഡിതന്മാരെന്നൊക്കെ പറഞ്ഞ് ക്ലിപ്പിടും. ഇതാണ് ഇവിടെ ക്ലിപ്പിന്റെ എല്ലാത്തിന്റെയും സ്ഥിതി. അതിന്റെ അപ്പുറം കണ്ടാലോ അതോടുകൂടെ കഴിഞ്ഞ്, സംഗതി കഴിഞ്ഞ്, ഒരു രുക്കും ഉണ്ടാവില്ല. ഇതാ സ്ഥിതി. അതുകൊണ്ട് ഞാൻ പറയാണ്, മനുഷ്യസഹജമായി ഒന്ന് വന്നുപോയതാണ്, അത് ക്ലിപ്പിടാനൊന്നും നടക്കണ്ട. ഇനി നടന്നാലും ഞങ്ങൾക്ക് അതുകൊണ്ടൊരു ചുക്കുമില്ല, ഞങ്ങൾ തിരുത്തും ചെയ്യും കേട്ടാ. അദ്ദേഹം പറഞ്ഞ ആ വാക്കുകൾ ശ്രദ്ധിച്ചില്ലേ? കാരണം അദ്ദേഹത്തിന്റെ വാക്കിൽ നിന്നും ഒരു അബദ്ധം സംഭവിച്ചപ്പോൾ അത് തിരുത്തി. ആ തിരുത്താനുള്ള ആ മനസ്സ്, എന്നിട്ട് അതിന്റെ പിന്നിൽ ഉണ്ടാകുന്ന അപകടാവസ്ഥ കൂടെ അദ്ദേഹം പറഞ്ഞു. അതായത് തലയും വാലും മുറിച്ചിട്ട് ക്ലിപ്പിടുമെന്നും പറഞ്ഞ്
അത് ഇട്ടുകൊണ്ടല്ലേ ഇവിടെ തെറ്റിദ്ധരിപ്പിച്ചത്. എന്തിനാ സഹോദരങ്ങളെ ഇങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുന്നത്?